ശ്രീനിവാസ്, എന്താ അവിടെ? എന്തിനാ നീ ഇതെടുത്തത്? ഇതാരുടെ കത്ത? അത് നീ അറിയണ്ട. അമ്മോട് നിന്നേ. ഇത്രയും കാലം എന്റെ അച്ഛൻ ആരാന്ന് അമ്മ പറഞ്ഞിട്ടില്ല. ഈ ഫോട്ടോയിലുള്ളതാണോ എന്റെ അച്ഛൻ? അമ്മയോട് ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് അച്ഛനില്ല. ഇനി നീ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഫാക്ടറിയിലെ ചീഫ് ഇലക്ട്രീഷ്യൻ താനല്ലേ? അതെ. ഈ പണം തനിക്കുള്ളതാ? അയ്യോ മാഡം, എനിക്ക് നവീൻ സാർ കൃത്യമായി ശമ്പളം തരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആവശ്യം എന്താ? ഇത് നവീൻ അറിയാതെ തരുന്നതാ. ഈ പണത്തിന് പകരം താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ മാഡം? ഫാക്ടറി ഉദ്ഘാടനത്തിന് സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഗാഥയാണ്. അറിയാം. അവള് സ്വിച്ച് ഓൺ ചെയ്യുമ്പോ അതിൽ ഷോക്ക് ഉണ്ടാവണം. അവള് മരിക്കാനുള്ള ഷോക്ക്. മാഡം എന്തൊക്കെയാ പറയുന്നത്? അതൊന്നും ശരിയാവില്ല. നവീൻ സാർ അറിഞ്ഞ് എന്റെ ജോലി പോകുന്ന മാത്രമല്ല, എന്റെ കഴുത്തിന് മുകളിൽ തല പോലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതുപോലെ ഗാഥാ ശ്രീനിവാസൻ എന്തെങ്കിലും സംഭവിച്ച ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ പണത്തിന്റെ 10 ഇരട്ടി ഞാൻ തരും. ആരും അറിയാതെ, ആർക്കും ഒരു സംശയം തോന്നാതെ അത് ചെയ്യാൻ തനിക്ക് പറ്റും. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചാലും നിനക്ക് കിട്ടാത്തത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തരും. പറ്റുമോ? മാഡം, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് തന്റെ മിടുക്ക് പോലെ ഇരിക്കും. ആ, ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് സ്വിച്ച് ഓൺ ചെയ്യുന്ന ലീവർ എല്ലാവരും വന്നൊന്ന് തൊട്ടു നോക്കാൻ സാധ്യതയുണ്ട്. അവർക്കാർക്കെങ്കിലും ഷോക്ക് അനുഭവപ്പെട്ട പിന്നെ അവർ ആ ചടങ്ങ് തന്നെ മാറ്റും. അത് സംഭവിച്ചുകൂടാ. ഗാഥയ്ക്ക് മാത്രമേ ഷോക്ക് അടിക്കാൻ പാടുള്ളൂ. അതിനൊരു മാർഗമുണ്ട് മാഡം. എല്ലാവരും ചെക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ പോലെ ലിവറിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഉദ്ഘാടനത്തിന് അവർ എഴുന്നേറ്റ് വരുമ്പോ വേറൊരു കണക്ഷനിൽ നിന്ന് ഞാൻ ഷോക്ക് കൊടുക്കാം. ആ മതി. സ്വന്തം കുടുംബത്തില് ഇങ്ങനൊരു അതിക്രമം കാണിക്കണമെന്ന് കരുതിയിട്ടല്ല കേട്ടോ. നവീന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. ഗാഥ നവീനെ വിവാഹം കഴിച്ച നവീന് പടുമരണമാണെന്നാ ജോത്സ്യം പറഞ്ഞിരിക്കുന്നെ. അതെ അതെ, നവീനാണെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നുമില്ല. അപ്പൊ പിന്നെ ഞങ്ങള് കുടുംബക്കാർക്ക് ഇങ്ങനൊരു കാര്യമല്ലേ ചെയ്യാൻ പറ്റും. നവീന്റെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഇതറിയാം. ആഹാ, അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ? സാറിന്റെ ജീവന്റെ കാര്യമല്ലേ, പിന്നെന്ത് നോക്കാനാ? ഞാൻ ഏറ്റു. നമ്മൾ കണ്ടതും താൻ ചെയ്യുന്നതും ഒക്കെ രഹസ്യമായിരിക്കണം. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് പോലും പറയരുത്. ഓക്കെ മാഡം. ഇങ്ങനെ വാരിത്തരാൻ നിന്റെ മുന്നിലിരിക്കുമ്പോ നീ ആ പഴയ കൊച്ചു കുഞ്ഞായിട്ടാ അമ്മയ്ക്ക് തോന്നുന്നേ.
ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ചോദ്യം ഞാൻ അമ്മയോട് ചോദിക്കില്ല. ഈ കൃഷ്ണയ്ക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മാത്രം. ആരാമേ? ആ ഇലക്ട്രീഷ്യനാ. ഹലോ മാഡം, ഞാനിപ്പോൾ ഫാക്ടറിയിലെ ഇലക്ട്രിക്കൽ റൂമിലുണ്ട്. മാഡം പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉദ്ഘാടന സമയത്ത് കൃത്യമായി ഷോക്ക് അടിക്കുമല്ലോ അല്ലേ? അവൾ പിന്നെ ജീവനോടെ കാണരുത്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായി ചെയ്തിരിക്കും മാഡം. സൂക്ഷിക്കണം. ആരെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാൻ വന്നെന്നിരിക്കും. അവരൊക്കെ മറ്റുള്ള കാര്യങ്ങളെ നോക്കുള്ളൂ മാഡം. എന്റെ ഏരിയയിലേക്ക് ആരും വരില്ല. ആ മാണിക്കുഞ്ഞെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. മറ്റുള്ളവര് കാണാത്തതൊക്കെ അയാള് കാണും. അയാളെ സൂക്ഷിക്കണം. ഞാൻ നോക്കിക്കോളാം മാഡം. താൻ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞ ആ ഏരിയയിലേക്ക് ആരെങ്കിലും വന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ച അത് പ്രശ്നമാവും. ഇല്ല മാഡം, ഞാൻ എന്റെ അസിസ്റ്റൻസിനെ പോലും ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ വിവരങ്ങൾ പുറത്തു പോകാണ്ടിരിക്കാൻ. മിടുക്കൻ. അപ്പോ നാളെ രാവിലെ ഉദ്ഘാടന സമയത്ത് കാണാം. ആ, ഓക്കെ മാഡം. ഉം.